വല്ലാത്ത കാലം ഇത്. ഒരൊറ്റ മനുഷ്യനെ ഇപ്പൊ വിശ്വസിക്കാൻ പറ്റൂല. ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യ, ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവ്, അതാ ലോകം. നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്താ സംഭവിച്ചെന്ന് ചോദിക്കേ. സംഭവിച്ചതൊന്നും പറയാതിരിക്കുക ഭേദം. നമ്മൾ വിചാരിച്ച പോലെ നല്ല രേണു അപ്പുറത്താ തെണ്ടി. ഗർഭിണിയായ ഭാര്യയുടെ മുമ്പിൽ ഭയങ്കര സെന്റിമെന്റ്സ് ഒക്കെ കാണിച്ചപ്പോ ഞാൻ വിചാരിച്ചു അവൻ വലിയ മാന്യനായിരിക്കുന്നു. അതൊക്കെ വെറും പ്രകടനമായിരുന്നു. അവൻ ഒരു ചെറ്റയാ. ഇന്നുണ്ടല്ലോ അവൻ ഏതോ ഒരുത്തിയായിട്ട് ഹോട്ടലില് എന്നെ കണ്ടതും അവൻ അവളെ എവിടെയോ ഒളിപ്പിച്ചിട്ട് എന്നെ ഒരു സോപ്പിടല്. എന്തായാലും ഒരു കാര്യം ഞാൻ അവനോട് പറഞ്ഞു, ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്നേക്കരുതെന്ന്. ഇത് മാന്യന്മാർ താമസിക്കുന്ന സ്ഥലമാണ്. അത് ഞാൻ പറഞ്ഞു. അവൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിൽ ഈ കാറ് കൊണ്ടിടാനും കൊണ്ടുപോകാനുള്ള വരവുണ്ടല്ലോ, എനിക്കത് അത്ര സുഖമുള്ളതായിട്ട് തോന്നുന്നില്ല. നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. പിന്നെ നീ അവന്റെ അടുത്ത് വലിയ കിന്നാരത്തിനൊന്നും പോണ്ട. അതും എനിക്ക് അത്ര ഇഷ്ടമാവുന്നില്ല. നിനക്കെന്ത് പറ്റി? എന്തിനാ കരയുന്ന? എനിക്കറിയാം നീ എന്തിനാ കരയുന്നെന്ന്. ഒരുത്തൻ അങ്ങനെയാണെന്ന് കരുതി ലോകത്തിലെ എല്ലാ ആണുങ്ങളും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇങ്ങോട്ട് നോക്ക്. നിന്റെ അപ്പൂട്ടന് ഒരിക്കലും അവനെ പോലെ ആവാൻ പറ്റില്ല. വാതിലുകൾ അടച്ചോട്ടെ, തൂവൽ തുറന്നിട്ട വാതിലുകളൊന്നും ഇവിടെ ഇല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലിൽ ഇത്തരം വൃത്തികെട്ട പാട്ടും പാടി ഇതിനകത്ത് കയറി പോകരുത്. അപ്പുകുട്ടൻ പോയില്ലേ? ഇല്ല, പോയില്ല. പോയെന്ന് വിചാരിച്ചായിരിക്കും ഇതിനകത്തോട്ട് എഴുന്നള്ളിയതല്ലേ. ഇനിമേ താൻ പോയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അപ്പൊ കട തുറക്കാൻ താമസിക്കില്ലേ? സാരമില്ല, തനിക്ക് വേണ്ടി ഒരാഴ്ച കട അടച്ചിടാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുക. അതെന്തിനാ? തനിക്ക് കാറിടാനും താമസിക്കാനും സൗകര്യമുള്ള ഒരു വാടക വീട് അന്വേഷിക്കാം. കാറിടാനും മറ്റു പല സൗകര്യങ്ങളുള്ള സ്വന്തം പോലൊരു വീടുള്ളപ്പോ പിന്നെന്തിനാ എനിക്ക് മറ്റൊരു വീട്? അങ്ങനെ സ്വന്തം പോലൊരു വീട് ഇനി ഇവിടെ ഇല്ല. അത്തരം സൗകര്യങ്ങളൊന്നും ഇനി പ്രതീക്ഷിക്കണ്ട. എന്താ പോട്ടാ? ഒന്നുമില്ല, ചില തീരുമാനങ്ങൾ ഇയാൾ അറിയിക്കുകയായിരുന്നു. എന്താ രേണു ഇത്? ഇന്നലെ ഒരു അപ്പക്കുട്ടിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഇന്നെന്ത് പറ്റി? പറ്റിയത് ഇന്നല്ലല്ലോ, ഇന്നലെ. ഇനി പുതിയ കുഴപ്പങ്ങളൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. മൂന്ന് കാര്യങ്ങളെ എനിക്കിപ്പോ തന്നോട് പറയാനുള്ളൂ. 1, തന്റെ കാർ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കുടിയിറക്കണം. 2, തന്റെ താമസം ഇവിടുന്ന് മാറ്റണം. 3, ഇപ്പൊ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിത്തരണം. ഇതൊന്നും എത്രയും വേഗത്തിൽ നടത്താൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. എത്രയും വേഗം നടന്നേ പറ്റൂ. എന്റെ കാർ ഇവിടെ തന്നെ ഇടും, ഞാൻ അവിടെ തന്നെ താമസിക്കും. ഇതുപോലെ തന്നെ ഞാൻ ഇവിടെ വരും. അതെന്റെ അവകാശമാണ്, എന്നെ വേദനിപ്പിക്കരുത് പ്ലീസ്. ഇയാൾ കൂടുതൽ പ്രസംഗിക്കണ്ട, ഇറങ്ങി പോടോ. ഇണങ്ങും തോറും പിണങ്ങും, പിണങ്ങും തോറും ഇണങ്ങും. കൈയെടുക്കണോ? എടുത്തല്ലോ. ഈ വക കാര്യങ്ങളൊക്കെ വെറുതെ ഇരിക്കുമ്പോ നമ്മുടെ അപ്പക്കുട്ടനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ രേണു? അങ്ങനെ രേണു വഴി നീ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണ്ട. ഇവനെന്താ വേദാളോ ഇങ്ങനെ ചുറ്റിപ്പിടിക്കാൻ? വേദാളാണെങ്കിലും ഇടയ്ക്ക് പിടികൊടുക്കല്ലോ. ആണോ? ഇയാളെന്താ തുരുമ്പ് കൊണ്ട് തുലാഭാരം നടത്തുന്ന? ഇങ്ങോട്ട് ഇറങ്ങിട്ടാ 100 കിലോ കട്ടി പിടിച്ച് വെക്കണോ? 100 കിലോന്റെ കട്ടി കാണില്ല മുതലാളി. ഓഹോ, കട്ടിന്ന് കട്ടി വിറ്റ? 100 കിലോന്റെ കട്ടി എനിക്ക് പൊക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് മുതലാളിക്ക് വിറ്റ് ഞാനൊരു മുതലാളി ആയേനെ. നീ തരം കിട്ടിയ മുതലാളിയെ തന്നെ അടിച്ചു മാറ്റി വിറ്റ് മുതലാളിയാവും. സാരമില്ല മുതലാളി, 100 കിലോന്റെ കട്ടിക്ക് വരല്ല ഞാൻ കയറിയിരിക്കണത്. 100 ഗ്രാം അല്ല 100 കിലോയാ വേണ്ടത്. എന്നാ മുതലാളി കൂടി കയറി. അങ്ങനെ ഇപ്പൊ മുതലാളിയെ കൂടെ തൂക്കിലേറ്റണ്ട. ഇങ്ങോട്ട് എടുത്ത് വെക്കണോ? എടുത്ത് വെക്കണോ? 100 ഗ്രാമും ഇല്ല. നീ ഹലോ, ഒറ്റയ്ക്കുള്ളോ? കണ്ടാലറിഞ്ഞൂടെ ഒറ്റയ്ക്കാണെന്ന്? നൈസ് ജോബ്. രേണുവിനെ പോലെയുള്ള സുന്ദരികൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നൂടാ. ഷോപ്പിങ്ങിന് പോവാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൂടി വരുമായിരുന്നല്ലോ. ഇപ്പോ ഒറ്റക്കാണെന്നുള്ളത് തോന്നല് വേണ്ട. എനിക്കങ്ങനെ ആരുടെ സഹായം ആവശ്യമില്ല. വേണമെങ്കിൽ എന്റെ അപ്പോട്ടനുണ്ട്. കളഞ്ഞു, എന്റെ സകല മൂടും കളഞ്ഞു. മനോഹരമായ ഈവനിങ്, ഒപ്പം സുന്ദരിയായ യുവതിയും സുന്ദരനായ യുവാവും. ഈ സമയത്ത് ആരെങ്കിലും ആ സാധനത്തെ കുറിച്ച് ആലോചിക്കേണ്ടി രേണു? പ്രേമൻ, നിങ്ങൾ അല്പം കൂടുന്നുണ്ട് കേട്ടോ. ഇത്രയും ഞാൻ അടുത്ത് കൂടിയിട്ടും രേണുവിന് അല്പമായിട്ട് തോന്നിട്ടുള്ളൂ.
ശരി, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഡോസേജ് ഇത്തിരി കൂട്ടാം. അപ്പൊ ഫീലിങ്സ് കൂടും അല്ലേ? അഡ്വാൻസ് പറ്റിയിട്ട് ജോലി ചെയ്യാതിരിക്കുന്നത് ഷേർഷായ്ക്ക് ചേർന്നതല്ല. ഇന്നേതായാലും അവൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ഷേർഷയ്ക്ക് ജാതിയില്ല, മതമില്ല, പക്ഷെ ഹിന്ദുവാണ്. എന്റെ കൂടെ കാറിൽ വന്നു വെച്ചപ്പോ എന്താ, ഞാൻ പിടിച്ച് തിന്നോ? വാന്ന് ഞാൻ ഡ്രോപ്പ്. ഒന്ന് കൂടെ പോരോന്നാ? ഞാനാ ഷേർഷാ. എനിക്കടിച്ച പറ്റും. എന്റെ സ്നേഹിതന്റെ ഭാര്യ നീ. നിനക്കറിയോ ഈ നിൽക്കുന്നതിന്റെ സ്വന്തം പെങ്ങളെ പോലെയാ. കാണിക്കുന്നതാ. ഓഹോ, ഇനി ഏരിയ കണ്ടുപോരുത്. പട്ടാപ്പാല് റോഡിലൂടെ സ്വന്തം പെങ്ങന്മാർക്ക് ഇറങ്ങിയെടുക്കാൻ പറ്റില്ലെന്ന് വെച്ചാ പിന്നെ അമ്മമാരെന്ത് ചെയ്യും? റോഡിൽ മുഴുവൻ പോലെ ശല്യോ. ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിലോ? ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നീ ഇത്രയ്ക്ക് നല്ലവനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അപ്പൊ കുട്ടാ, നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തല്ലേ ഇവിടെ നടക്കുന്നത്, അല്ലേ രേണു? രേണു എണീറ്റേ. ഈ അടപ്രഥമനാണോ പാൽപ്പായസത്തിനാണോ ടേസ്റ്റ്? എനിക്കറിയാം നിനക്കിഷ്ടം പാൽപ്പായസ. സാരമില്ല, അടപ്രഥമനും പാൽപ്പായസവും രണ്ടുമായി കളയാം. എന്താ എന്താ പോട്ടാ പാതിരയ്ക്ക് പായസത്തിന്റെ കാര്യം പറയുന്നത്? ആ, പായസം മാത്രം പോരാ, ഉപ്പേരി, അവിയല്, പപ്പടം, പഴം ഒക്കെ ആയിക്കോട്ടെ, ഒന്നിനും ഒരു കുറവ് വരുത്തണ്ട. എന്തിനാന്നറിയോ? നാളെ നമ്മുടെ ആ പ്രേമനെ വിളിച്ച് ഉഗ്രനൊരു സദ്യ കൊടുക്കണം. പ്രേമനെ വിളിച്ചോ? ആ, എന്തിന്? നമ്മുടെ അഭിമാനം രക്ഷിച്ചതിന്. നീ ഒന്ന് ഓർത്തു നോക്കിയേ, ആ സമയം പ്രേമനോട് വന്നില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാനെ? അവനെ സമ്മതിക്കണം. സ്വന്തം ജീവൻ പോലും മറന്നില്ലേ അവൻ നിന്നെ രക്ഷിച്ചത്. അതിനുള്ള നന്ദി നമ്മൾ തിരിച്ചു കാണിക്കണ്ടേ? അതിനാണ് ഈ സദ്യയെങ്കിലും. അതൊന്നും വേണ്ട. അപ്പോഴേട്ടൻ ആളുകളെ മനസ്സിലാകാഞ്ഞിട്ടാ. അതൊക്കെ ഇരിക്കട്ടെ, നിനക്ക് ആ പ്രേമനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? എനിക്കങ്ങനെ ഒരു അഭിപ്രായവും ഇല്ല. എനിക്കും തീരെ ഇല്ലായിരുന്നു. രേണു, നമ്മൾ നല്ലവരാന്ന് വിചാരിക്കുന്നവര് പലരും നല്ലവരല്ല. നമ്മൾ ചീത്തയാന്ന് വിചാരിക്കുന്ന പലരും നല്ലവരാ. പ്രേമൻ നല്ലവനാ. അവന് നാളെ നല്ലൊരു സദ്യ കൊടുത്തിട്ടേ ഞാനിനി ഉറങ്ങൂ. കഴിക്ക്, നല്ലവണ്ണം കുഴച്ചടിക്കുന്നത്. കുഴക്കണോ? ഈ പപ്പടമൊക്കെ അങ്ങോട്ട് പൊടിച്ചിട്ട് അവിയലൊക്കെ എടുത്ത് കഴിക്കും. അവിയലോ? ഏതാ അവിയല്? മനസ്സിലായില്ലേ? ഇതാണല്ലേ. ഇപ്പോഴാ എനിക്ക് മനസമാധാനമായത്, അല്ലേ രേണു? എനിക്കല്ലോ ഇരിക്കേ, പായസം ഉണ്ട്, ഇവളുടെ സ്പെഷ്യലാ, ഒഴിച്ചു കൊടുക്ക. എന്റെ വയറ് നിറഞ്ഞു. എന്നാലും രേണുവിന്റെ സ്പെഷ്യൽ പായസം കഴിച്ചിട്ടേ ഞാനിവിടെ പോകും. അതെ അതെ, നോക്കിക്കാതെ ഒഴിച്ചു കൊടു. ഞാനിക്കട്ടെ, മുഴുവൻ കഴിച്ചിട്ട് പതുക്കെ എണീറ്റാ മതി. പായസം കൊടുത്തില്ലേ? നീ എന്താ മൂട വിട്ടായിട്ട് പായസം ഒഴിച്ചു കൊടുക്ക. മധുരം എത്ര കഴിച്ചാലും എനിക്ക് മതി വരില്ല. ഒഴിച്ചോളൂ. നമുക്കിടയിൽ ഒരു വില്ലൻ ഉണ്ടായിരുന്നു. അയാളെ ഞാനിപ്പോ എന്റെ പോക്കറ്റിലാക്കി. നല്ല സ്വാദ്. പായസം ഉണ്ടാക്കാൻ ഇവളെ എക്സ്പെർട്ടാ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഇല്ലേ? കുറച്ച് അച്ചാറൂടെ എടുത്ത് കഴിക്കും. പായസം ഇനിയും പോവും. അയ്യോ വേണ്ട, ഇപ്പൊ തന്നെ ഓവറായി. ആ അപ്പുകുട്ടാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ അയൽക്കാരനായി കഴിയുന്ന നല്ലവനായ അപ്പക്കുട്ടനോട്. എന്താ പ്രേമ ഇത്? ഇങ്ങനെ വളച്ചു കിട്ടാത്ത കാര്യം എന്താന്ന് പറയാം, ഞാനെല്ലാം പറയാം. അന്ന് ചിങ്ങ 1-ാം തീയതി അതെ അപ്പക്കുട്ട, ചിങ്ങമാസം 1-ാം തീയതി ഇല്ലേ, ആ പിച്ചക്കാരൻ വീട്ടിൽ കയറി വന്നോടെ മനസ്സിന് സ്വസ്ഥത എന്ന് പറഞ്ഞൊരു സാധനമില്ല. എല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കുക.
ഓ അതിലൊന്നും വലിയ കാര്യമില്ലെന്ന്. പിന്നെ ഈ വർഷം ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. 1-ാം തീയതി ഐശ്വര്യമായിട്ട് ഈ വീട്ടിൽ കയറി വന്നത് ഇവിടെ ചികിത്സിക്കുന്ന ആ ഡോക്ടർ പ്രസാദ. ഏതായാലും ഒരു കാര്യം ഞാൻ തീർച്ചപ്പെടുത്തി, ഇവിടെ നിന്നും കുറച്ച് മാറി കാർപ്പോർച്ചുള്ള ഒരു കൊച്ചു വീട് അങ്ങോട്ട് താമസം മാറ്റിയ അപ്പുക്കുട്ടൻ ഇപ്പോഴും എന്നോടുള്ള ഈ സ്നേഹം എന്നും നിലനിൽക്കും. പ്രേമം പറഞ്ഞു വരുന്നത് വളരെ ശരിയാ. ഇവിടുന്ന് മാറി താമസിക്കായിരിക്കും എല്ലാം കൊണ്ടും നല്ലത്. എന്ത് തോന്നിയാസം നീ പറയുന്നത്? അവൻ എവിടെ മാറി താമസിക്കണമെന്ന് മിണ്ടി പോരുത്. പ്രേമാന്ന് കാര്യാക്കണ്ട. ഈ പെണ്ണെന്ന് പറയുന്ന വർഗം മുഴുവൻ എങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞോളൂ. നീ ഇവിടെ നിന്ന് മാറി താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. നിന്റെ കാറും ഇനിമേൽ ഇവിടെ തന്നെ ഇടും. പ്രേമ, ഇനി മുതൽ നീ എന്റെ ആത്മാർത്ഥ സുഹൃത്ത. நல்லா இருக்கா? ഇതും കൂടി എടുത്ത വല്ലതും കുറയോ? ഇവിടുത്തെ സാരിയുടെ എണ്ണം കുറയും. ഓഹോ, അതൊരു പുതിയ അറിവാണല്ലോ. അതെ, ഇതിന് എത്രയാ? 2500 രൂപ. ഇത് കൊടുത്ത് നീയും കൂടെ വന്ന ഇതിൽ കൂടുതൽ വരാം. എന്ത്? என்னன்னா? അല്ല, ഈ സാരി എന്റെ രുക്കു എടുത്തത് നല്ല ആർക്കൊന്നും ചൊല്ലിയതാ. அப்படினா ഇത് വാങ്ങണോ രുക്കു? ഇത് വില ரொம்ப ജാസ്തി. വില ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വില കൂടിയ സാരി വേണം. ഈ കളർ മതി ഡാർലിംഗ്. ருக்கு அந்த ஆளு. ஆமாண்ணா, பார்த்தா அவர் மாதிரியே இருக்கு. ஆனா அவர் இப்படி இந்த வேஷத்துல போய் பார்த்துட்டு வரலாமா? இப்ப வரா. வாண்ணா. അപകടമാണ്. എക്സ്ക്യൂസ് മീ. യെസ് പ്ലീസ്. എവിടെയോ കണ്ടു നല്ല പരിചയം ഉണ്ടല്ലോ. അമേരിക്ക? ഞാൻ അവിടെ പോയിട്ടില്ല. മോശമായി പോയി. ലണ്ടനിൽ വെച്ചായിരിക്കും. ഞാൻ ഫോറിൻ കൺട്രീസ് ഒന്നും പോയിട്ടില്ല. പൂർ കൺട്രിമാൻ. ബൊംബായിൽ വെച്ചായിരിക്കും. അല്ല. എന്നാ പിന്നെ നിങ്ങളുടെ വീട്ടിൽ വെച്ചായിരിക്കും. എടി, ഓൻ കടവുൾ. ஆமாண்ணா. ரேதா. യെസ് ദ സെയിം ബെക്കർ. കാതലൻ? നോ, K.A. Thalan. ഇത്രയും പെട്ടെന്നൊരു ചേഞ്ച്. അല്ലറ ചില്ലറ മോഷണവും കുറച്ച് പിടിച്ചോറിയും പിന്നെ വധഭീഷണിയും. ഡിയർ, ആർ യു ഫിനിഷ് യുവർ പർച്ചേസ്? Yes, darling. രുക്കു, ശാന്ത. அவளேதான். ലാസ്റ്റ് വീക്കിലായിരുന്നു ഞങ്ങളുടെ മാരേജ്. റിസപ്ഷൻ വാസ് ഇൻ ഹോട്ടൽ താജ്. സാർ ബില്ല്. വെരി ചീപ്പ്, ഓൺലി 4000 റുപ്പീസ്. അട്ടെ, ഏത് കാർഡാണ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്? എനി കാർഡ് സാർ. അയ്യാ. ആന്റി, സമയം കിട്ടുമ്പോ വീട്ടിലോട്ടൊക്കെ വരണേ. ആന്റിയാണോ? വേഗം വരൂ. അങ്കിളോ? ഞാൻ അങ്കിളൊന്നുമല്ല. എന്നെ റുക്ക് ഇതെല്ലാം. ஓடி, நீங்க வாங்கண்ணா. ഏതായാലും ഇന്നെന്റെ യാത്ര ഇതിലായതുകൊണ്ട് രേണുവിന് ഓട്ടോ കാശ് ലാഭമല്ലേ? അപ്പൂനെ കാണുമ്പോ ഞാൻ പറയാം, ഭാര്യയുടെ ആവശ്യത്തിന് ഒരു ഡ്രൈവറെ അപ്പോയിന്റ് ചെയ്യാൻ. സ്വന്തം ആവശ്യത്തിന് വണ്ടി എടുക്കാനുള്ള ഡ്രൈവിംഗ് ഒക്കെ എനിക്കറിയാം. ആ, രേണു വണ്ടി ഓടിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങളെ പോലുള്ളവർക്ക് നല്ലതാണെങ്കിലും ഓടിക്കാതിരിക്കുന്ന പാവം ജനങ്ങളുടെ ഭാഗ്യമായിട്ട് കരുതാം അല്ലേ? വീട്ടിലൊന്ന് കയറിയിട്ട് പോണ്ടോ? അയ്യോ, അല്പം തിരക്കുള്ള ഒരു ഡോക്ടറാണേ. നൂല. ഓട്ടെ. ബൈ. എവിടെ തുടങ്ങണം എന്നെനിക്കറിയില്ല. പാമ്പ്. ഹലോ, എന്താ ഇത്? കുറെ നേരമല്ലേ തുടങ്ങിയിട്ട്? എന്തോന്ന്? അല്ല, ഈ കുറെ നേരമായി ഈ കഥകളി തുടങ്ങിയിട്ടേ. എന്താ തന്റെ ഉദ്ദേശം? എനിക്ക് പല ഉദ്ദേശങ്ങൾ കാണും. അത് ചോദിക്കാൻ നീ ആരടാ? ഞാൻ ഇവിടുത്തെ പോലീസ് കമ്മീഷണർ വെച്ചോ. അയ്യോ, ഞാൻ അറിഞ്ഞില്ല സാർ. ഏത് കണ്ടിയുടെ മാപ്പ്? അയ്യോ, ഞാൻ ക്ഷമിക്കണോന്ന് പറയായിരുന്നു സാറിനെ. ഞാൻ ആദ്യമായിട്ട് കാണാണല്ലോ. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഒരു അധോലോക സംഘത്തെ ഒതുക്കാൻ ബോംബെ വരെ പോയതായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞ ഇവിടെ കള്ളൂടിയന്മാരെ ശല്യം കൂടുതലാണെന്ന്. അതെ, കള്ളുകൂടിയന്മാരുടെ ശല്യം വളരെ കൂടുതലാണ്. പക്ഷെ ഞാൻ എങ്ങനെ കള്ളുകൂടിയലായത് സാറ് അറിയണം. ആയതല്ല, ആക്കിയതാണ്. ആക്കിയവരോട് ആക്കരുതേ ആക്കരുതേ എന്ന് പറയായിരുന്നില്ലേ? പറയാൻ കഴിഞ്ഞില്ല. 10 പേരടങ്ങുന്ന ഒരു കുടുംബം മുഴുവൻ ജീവിച്ചു പോകുന്നത് ഒരു പെട്ടിക്കടയിലൂടെ ആയിരുന്നു. ഒരു പെട്ടിക്കടയിൽ ഒരേ സമയം 10 പേരെങ്ങനെ ഉറങ്ങിയെന്നാണ് എനിക്ക് അറിയേണ്ടത്. അവർക്കിപ്പോ ഉറക്കമില്ല. അതിന് കാരണക്കാരൻ കമ്മീഷണറായ നീയാണ്. നീ എന്നെ പെട്ടിക്കട പോകാൻ
പെട്ടിക്കടകൾ പൊക്കിക്കളിക്കലും നിന്റെ ഒരു തമാശയാണല്ലടാ. ഒന്ന് മാറിക്കേ. എവിടെ പോനാ? പാലാരിയോട്ടോ, കലൂരോ, വൈറ്റില്ലേ? പിന്നെ ഏത് കോത്താഴത്തോ? കോത്താഴത്തോ, നോർത്തോ സൗത്തോ? 50 പൈസ. അവിടെ ടിക്കറ്റ്സ് ടിക്കറ്റ്സ്. മേത്തൊന്നും വീണില്ലല്ലോ. ഞാനല്ല, ഇയാളാ. എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല. എവിടെ നോക്കിട്ടാണ് തുപ്പത്? നീ കമ്മീഷണറാ? വണ്ടി സ്വന്തം ജീവിതത്തിൽ രാജകുമാരനെ ഭർത്താവായി ആഗ്രഹിച്ച രാജകുമാരി, പക്ഷെ വിധിച്ചതോ പരിഷ്കാരമില്ലാത്ത അംഗരക്ഷകനെ. ആ അകൽച്ച മനസ്സിലാക്കി വേണമായിരുന്നു നീ ഓരോന്ന് ചെയ്യാൻ. രേണു, നീ നിന്റെ അപ്പോട്ടിനെ അനുസരിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ജീവിത രീതിയിലേക്ക് നീ ഇറങ്ങിച്ചെല്ലണമെന്നാ. നാൻസി, ഇനിയിപ്പോ ഞാൻ എന്തിനുണ്ടടി ഒരു സൊല്യൂഷൻ? അല്ല, അതിന് നീ എന്താ അത്ര വലിയ തെറ്റാണ് ചെയ്തത്? സ്വന്തം അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഒരു ചെറിയ കള്ളത്തരം നീ മറ്റൊരാളെ കൊണ്ട് പറയിച്ചു. ഞാൻ പറയിച്ചതല്ല, എന്റെ സംസാരം അവിടെ കൊണ്ട് എത്തിച്ചതാ. പാവം എന്റെ അപ്പോട്ടിനെ ഞാൻ ചതിക്കല്ലേ. ഒന്ന് പോടി. ഇതിലും വലിയ കുരുത്തക്കടുകൾ ഒപ്പിച്ചിട്ട് ഞാൻ എന്റെ പൈലറ്റിന് മുമ്പിൽ സ്റ്റൈലായി മാനേജ് ചെയ്തിട്ടുണ്ട്. ഏതൊരു ദാമ്പത്യത്തിന്റെയും നിലനിൽപ്പിന് ഒരല്പം നുണയും കള്ളത്തരവും ഒക്കെ കൂടിയേ തീരൂ. നിനക്കത് പറയാൻ കഴിയും, പക്ഷെ ഞാൻ... എന്റെ മോളെ, ഒന്നുകിൽ നീ നിന്റെ അപ്പൂട്ടനോട് ഉണ്ടായ സംഭവം തുറന്നു പറയുക, അല്ലെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് മട്ട് കാണിക്കുക.